മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലേക്ക് മിനിഞ്ഞാന്ന് എറണാകുളത്ത് പൊന്നുരുന്നിയിലുള്ള നാരായണേശ്വരം ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ഒരു ക്ലാസ് എടുത്തു. അമ്പലക്കാരുടെ ഓഡിറ്റോറിയം, അമ്പലക്കാരുടെ സംവിധാനമാണ്. പക്ഷെ സംഘടിപ്പിച്ചത് ഗീത വിഷയത്തിൽ താല്പര്യമുള്ള ഗീതാ പഠനവേദിയാണ് അത് സംഘടിപ്പിച്ചത്. സത്സംഗവേദി, ഭഗവത്ഗീത സത്സംഗവേദിയാണ് സംഘടിപ്പിച്ചത്. ഇവിടെ എൻ്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് വന്ന ഒരു ജോർജ് സാറ്, ജോർജ് വീട്ടിൽ, അദ്ദേഹം വന്ന് കണ്ടിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മറ്റ് ഭാരതീയരും ചേർന്ന് വേദമുൾപ്പെടെ ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മുടെ പൈതൃകത്തിലെ അനവധി വിഷയങ്ങൾ പ്രിന്റ് ചെയ്ത് സിറോക്സ് എടുത്ത് ജനങ്ങളിൽ എത്തിക്കുകയും രാവും പകലും അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഒരു ചാപ്റ്റർ തുടങ്ങിയിട്ട് അതിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ജയരാജിന്റെ ഫാമിലി, ഇവരെല്ലാം ചേർന്നിട്ടാണ് ധർമ്മ റേഡിയോ എന്ന വേൾഡ് മുഴുവനും കിട്ടുന്ന ഇന്റർനെറ്റ് റേഡിയോ, www.dharmaradio.in, അതുപോലെ dharmaMessages.in, ഇതൊക്കെ നല്ല രീതിയിൽ ഭാരതീയ പൈതൃകത്തെ പഠിപ്പിക്കുന്ന വ്യക്തിത്വങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു യജ്ഞം നടത്തുന്ന ശ്രീ ജോർജിനെ കാണുകയുണ്ടായി. വളരെ അഭിമാനം തോന്നി. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അവിടെ ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന ക്ലാസ് എടുക്കുമ്പോൾ പറയുകയുണ്ടായി. ഇന്നലെ മാനനീയ പരമേശ്വർജിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് എൻ്റെ ക്ലാസ് 2 തൊട്ട് 4 മണി വരെ, 2:30 തൊട്ട് 4 മണി വരെ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെയും പറഞ്ഞിരുന്നു, ഞാൻ യൂട്യൂബിൽ നിർബന്ധമായും ഇതുപോലെയുള്ള രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള 4-5 പ്രഭാഷണങ്ങൾ, നല്ല പ്രഭാഷണങ്ങളാണ്, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അത് വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കാൻ പരമാവധി 5000 രൂപയെ വരുള്ളൂ. അതിൽ ഹിന്ദു ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ റെന്റും കൊടുക്കേണ്ടി വരില്ല. അവരത് ചിപ്പ് ഉപയോഗിച്ചിട്ട് എടുത്താൽ മതി. വീഡിയോ ക്യാമറ ധാരാളം പേരുടെ കയ്യിലുണ്ട്. അവരെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അതൊരു ചിപ്പിൽ എടുക്കാവുന്നത് കൊണ്ട് 8 മണിക്കൂർ 9 മണിക്കൂർ ഈസി ആയിട്ട് എടുക്കാം. ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളൊന്നും എടുക്കേണ്ട. നല്ല പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അതെടുക്കുക. അത് എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അത് അതേപോലെ തന്നെ ഫോർമാറ്റ് മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളമുള്ള യജ്ഞത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഊർജവും സമയവും സമ്പത്തും ചെലവഴിച്ച് ഒരു ദിവസത്തെ സെമിനാർ നടത്തിയിട്ട് ആ സെമിനാറിലെ പ്രഭാഷണങ്ങൾ എല്ലാ കാലവും എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കും. പരമാവധി 5000 രൂപയെ വരുള്ളൂ പറഞ്ഞു. എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ചായ കുടിക്കാൻ പോകുമ്പോൾ സാമുവൽ എന്ന് പറയുന്നൊരു വ്യക്തി വന്നിരുന്നു. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത് വേറൊരാളാണ്. സാമുവൽ തൊഴുതുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറ് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ സാറ് പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യാൻ 5000 രൂപയെ ചിലവുള്ളൂ എങ്കിൽ ആ എമൗണ്ട് ഞാൻ തരാൻ തയ്യാറാണ്, സാർ അത് ചെയ്യുമോ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞത് വളരെ കൂടുതലാണ്, അത്രയൊന്നും ആവശ്യമില്ല, ഞാൻ പരമാവധി 5000 എന്നാണ് പറഞ്ഞത്. ആരുടെയെങ്കിലും കയ്യിൽ വീഡിയോ ക്യാമറ ഉണ്ടാവാതിരിക്കില്ല. അവരുടെ കയ്യിൽ വീഡിയോ സ്റ്റാൻഡും ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് അവർ എടുക്കുകയാണെങ്കിൽ 10 പൈസ ചെലവില്ല സാറേ. മാത്രമല്ല, ഇത്രയും അധികം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും യോഗി ആദിത്യനാഥിനെ പോലെ ഹൈടെക് മുഖ്യമന്ത്രിയെയും ഹൈടെക് പ്രധാനമന്ത്രിയെയും ഉണ്ടാക്കിയ RSS എന്ന സംഘടനയ്ക്ക്
ഹൈടെക് ആയിട്ട് യഥാർത്ഥത്തിൽ ഇതുമാതിരിയുള്ള സെമിനാർ സംഘടിപ്പിച്ച് ആ സെമിനാറിൻ്റെ വീഡിയോ എടുത്ത് അതിനെ CD-യും പെൻഡ്രൈവും ആക്കിയിട്ട് ജനങ്ങൾക്ക് എത്തിച്ചൂടെ? അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൂടെ? അതിന് ഈ മാസങ്ങളോളമുള്ള പ്രയത്നം കൊണ്ട് നടത്തുന്ന ഒരു ദിവസത്തെ സെമിനാറിൽ ഡസൻ കണക്കിന് യുവാക്കൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര് അതിൽ അവരുടെ ഒരാളുടെ സഹായം എടുത്തൂടെ? എനിക്ക് ചെയ്യാൻ വിഷമമൊന്നുമില്ല. അത്രയധികം ബുദ്ധിമുട്ടുണ്ടോ? ബാംഗ്ലൂരൊക്കെ 10,000-കണക്കിന് IT മെമ്പേഴ്സ് RSSന്റെയും വിചാരകേന്ദ്രത്തിന്റെയും കൊടിക്കീഴിൽ ഒരുമിച്ച് ചേരുന്നുണ്ട്. ആഴ്ചയിൽ ഒരിക്കലും മാസത്തിൽ ഒരിക്കലും ഒക്കെ. അതിലൊരു 2 പേർക്ക് ഇത് ചെയ്തൂടെ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എല്ലാ പ്രഭാഷണങ്ങളും ഞാനാണ് അപ്ലോഡ് ചെയ്യുക. അതിന്റെ സംവിധാനം എല്ലാം ഉണ്ടാക്കി എനിക്ക് തന്നിരിക്കുന്നത് ശ്രീരാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇത്രയും അധികം പോർട്ടലും അതുപോലെയുള്ള മെസ്സേജസ് അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്ന പ്രവീൺ എന്ന് പറയുന്ന മംഗലാപുരത്തെ, പണ്ട് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഉണ്ടായിരുന്ന ആളാണ്. എന്ത് സംശയം വന്നാലും 1 or 2 IT എക്സ്പെർട്ടിനെ മാസത്തിൽ ഒരിക്കൽ വിളിക്കേണ്ടി വരും. അവർക്ക് ഒരു പൈസയും കൊടുക്കേണ്ടിയും വരില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ അമ്പലങ്ങൾക്ക് ഒരു യൂട്യൂബിൻ്റെ രീതിയിൽ ID ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള നല്ല കാര്യങ്ങൾ മാത്രം ആ അമ്പലത്തിൻ്റെ പേരിൽ അപ്ലോഡ് ചെയ്യാം. ഹിന്ദു സംഘടനകൾക്ക് അവരുടെ പേരിൽ അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ ഇമെയിലൊക്കെ വളരെ നീട്ടി വലിച്ചുണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയാൽ സ്പെല്ലിംഗ് ഒക്കെ തെറ്റും. അടുത്ത കാലത്തെ ഒരു ഡയറി എനിക്ക് കിട്ടി, കുന്നത്ത് നാട് SNDP യൂണിയൻ എന്ന് പറഞ്ഞ. ഈ കുന്നത്ത് നാട് SNDP യൂണിയൻ @gmail.com ഇതിലെ സ്പെല്ലിംഗ് ഒരു കാരണവശാലും ശരിയാവില്ല. അങ്ങനെ നീട്ടി വലിച്ച് ഒരു ID ഉണ്ടാക്കുന്നതിന് പകരം ചെറിയ ID ഉണ്ടാക്കാം. എന്നിട്ട് ആ അമ്പലത്തിൻ്റെ പേരിൽ അത് അപ്ലോഡ് ചെയ്യാം, ആ സംഘടനയുടെ പേരിൽ അപ്ലോഡ് ചെയ്യാം, ആശ്രമത്തിൻ്റെ പേരിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലവും പ്രതിഫലവും ലോക ജനതയ്ക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കും. ഈ വിൻസെന്റ് എന്ന് പറയുന്ന സാറിനോട്, അദ്ദേഹത്തിനോട് ഞാനിത് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നിയത്, അപ്പുറത്ത് നാരായണേശ്വര ക്ഷേത്രത്തിലെ ഫ്ലോറിഡയിൽ നിന്ന് വന്ന ജോർജും ഇപ്പുറത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിചാരകേന്ദ്രത്തിന്റെ പ്രവർത്തകനെ പോലെയുള്ള വിൻസെന്റും അദ്ദേഹത്തിന്റെ അച്ഛന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകളൊക്കെ പറയുകയുണ്ടായി. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോ ശരിക്ക് നമ്മളുടെ ധർമ്മം ഒന്ന് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ എല്ലാവരും അത് സ്വീകരിക്കും. മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. കാരണം അവരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ചേർന്ന് ദേശദ്രോഹികളുടെ ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമും ഈ നാടിനെ കുറിച്ച് നല്ലത് പറയുന്നതോ ഇവിടുത്തെ ധർമ്മത്തെക്കുറിച്ച് നല്ലത് പറയുന്നതോ കേട്ടിട്ടില്ല. പകരം അവരും വേദത്തിലെ പ്രവാചകനെ കുറിച്ച് പറയുന്നു, വേദത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു, കൽക്കി അവതാരം പ്രവാചകനാണ് എന്ന ശുദ്ധ തറ പണിയും കൊണ്ട് നടക്കുന്നത് പോലും നിഷേധാത്മകമായിട്ടാണ്. അപ്പൊ അവരുടെ കാര്യത്തിൽ എനിക്കറിഞ്ഞൂടാ. ഏതായാലും ക്രൈസ്തവ ജനത ഒരു വലിയ രീതിയിൽ പുനർവിചിന്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെയും കൂടി ചേർത്ത് ധന്യമായിട്ടുള്ള പല ദൗത്യങ്ങളും ഡോക്ടർ CI ഐസക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്ത്യൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ജോസഫ് പുലിക്കുന്നേൽ, പാലാ സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസറായിട്ടുള്ള ടോണി മാത്യു, അങ്ങനെ ധാരാളം പേരുണ്ട്. പ്രഗത്ഭരായ വ്യക്തികൾ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനും പഠിപ്പിക്കാനുള്ളവർ. അവരുടെയൊക്കെ സ്പീച്ച് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് നന്നായിരിക്കും അറിയോ. അതേസമയത്ത് ഡോക്ടർ ബാബു പോളിനെ പോലെയുള്ളവരുണ്ട്. ഏത് ഹിന്ദുക്കളുടെ സദസ്സിലും ബൈബിളിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഭാരതീയ സംസ്കാരത്തെ ക്രൈസ്തവവൽക്കരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുടെ പുറംമൂടിയാണെന്ന് ചിലപ്പോൾ തോന്നുന്ന രീതിയിലാണ് പ്രഭാഷണം. എപ്പോഴും അങ്ങനെയല്ല. അടുത്ത കാലത്ത് നാഗമ്പടം ക്ഷേത്രത്തിൽ നാരായണ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞതൊക്കെ ബൈബിളിൽ നിന്ന് നാരായണ ഗുരുദേവൻ ആവേശം കൊണ്ടുവന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. പോർച്ചുഗീസ് പാതിരി നാരായണ ഗുരുദേവന് ബൈബിൾ കൊടുക്കാൻ പോകുമ്പോൾ വർക്കല ശിവഗിരി ആശ്രമത്തിൽ വെച്ച് നാരായണ ഗുരുദേവൻ പറഞ്ഞത് ഇവിടെ തന്നെ പഠിക്കാൻ ധാരാളമുണ്ട്, ഇനി പുറത്തുനിന്നുള്ളത് പഠിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ നോക്കാമെന്നാ പറഞ്ഞത്. മേടിക്കുക പോലും ചെയ്തില്ല അത്. അപ്പോ
തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്ന കുറേ വ്യക്തികളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ശരിയായിട്ട് പ്രചരിപ്പിക്കാൻ താല്പര്യമുള്ള ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലുമുള്ള ജോർജിനെ പോലെയുള്ളവരും ഈ ഇപ്പൊ പറഞ്ഞ സാമുവലിനെ പോലെയുള്ളവരെയും എല്ലാവരെയും എൻകറേജ് ചെയ്തുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ അൾട്രാ മോഡേൺ പന്ഥാവിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന യജ്ഞം നിർവഹിക്കാൻ സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രണാമം, നമസ്കാരം.